നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ ഇന്ന് കൊടിയിറങ്ങും. സമാപന സമ്മേളനം വൈകിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലാണ് മുഖ്യാതിഥി. സ്വർണ്ണക്കപ്പിനായി കണ്ണൂരും തൃശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഇനി 3 ഇനങ്ങളിലെ മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നിലവിൽ 1013 പോയിന്റുമായി കണ്ണൂർ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 2ാം സ്ഥാനത്ത് 1008 പോയിന്റുമായി തൃശൂരും, തൊട്ടുപിന്നിൽ 1003 പോയിന്റുമായി കോഴിക്കോട് 3ാം സ്ഥാനത്തുമാണ്. 1ാം വേദിയിലെ നാടോടി നൃത്തമാണ് അവസാന ദിവസത്തെ പ്രധാന മത്സരം. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ ശബരിമല ദർശനത്തിനായി കർണാടകയിൽ നിന്നും എത്തിയ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. കൊരട്ടിക്കര സെന്ററിന് സമീപം ഞായറാഴ്ച പുലർച്ചെ 4:45 അപകടം. ഇടവഴിയിൽ നിന്നും റോഡിലേക്ക് കയറി വന്ന മറ്റൊരു വാഹനത്തെ കണ്ട് പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോഴാണ് കാർ അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന മൺകൂനയിൽ ഇടിച്ചാണ് കീഴ്മേൽ മറിഞ്ഞത്. കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കുന്നംകുളത്ത് ഭാവന റോഡിൽ പൊട്ടിയ ശുദ്ധജല വിതരണ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. കുന്നംകുളം ഭാവന റോഡിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയത് CCTV വാർത്ത നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃത്താല പാവർട്ടി മേഖലകളിലേക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്ന 400 mm വലിപ്പമുള്ള പ്രധാന പൈപ്പാണ് പൊട്ടിയിരുന്നത്. ദിവസങ്ങളായി വലിയ തോതിൽ കുടിവെള്ളം പാഴായി പോകുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പുതിയ സ്റ്റാൻഡിലേക്കുള്ള റോഡിന്റെ ഒരു വശത്ത് പൈപ്പ് പൊട്ടി വെള്ളം സമീപത്തെ കാനയിലേക്ക് ഒഴുകിപ്പോകുകയായിരുന്നു. മുനിസിപ്പാലിറ്റിയിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കെ ഇത്തരത്തിൽ വെള്ളം പാഴാകുന്നതിനെതിരെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധമുയർത്തിയിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി ആരംഭിച്ചു. റോഡിൽ നിന്നും ഏകദേശം 1.5 മീറ്റർ താഴ്ചയിലുള്ള പൊട്ടിയ പൈപ്പാണ് മാറ്റുന്നത്. വശ്യമായ താളവാദ്യങ്ങൾ കൊണ്ടും മനോഹരമായ നൃത്തച്ചുവടുകൾ കൊണ്ടും പളിയ നൃത്തം കലോത്സവത്തിലെ ശ്രദ്ധേയ മത്സരമായി. ഇടുക്കി ജില്ലയിലെ പളിയ ഗോത്ര വിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തരൂപമാണ് പളിയ നൃത്തം. മഴ പെയ്യിക്കുന്നതിനും രോഗശാന്തിക്കും വേണ്ടിയാണ് ഈ നൃത്തം പ്രധാനമായും അവതരിപ്പിക്കുന്നത്. സംസ്ഥാന കലോത്സവത്തിലെ 5ാം നമ്പർ വേദിയായ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പളിയ നൃത്തം അരങ്ങേറിയത്. കാണികൾക്ക് ആവേശവും ആനന്ദവും നൽകുന്ന വാദ്യമേളവും നൃത്തച്ചുവടുകളുമാണ് പളിയ നൃത്തത്തിന്റെ പ്രത്യേകത. ഇടുക്കി ജില്ലയിലെ കുമളി പ്രദേശത്ത് താമസിക്കുന്ന പളിയർ ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ നൃത്തകലയാണ് ഈ ഇനം. കുലദൈവമായ മാരിയമ്മയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഊരുനിവാസികൾ താളമിട്ട് നൃത്തം ചെയ്യുന്നത്. കാടിറങ്ങി നാട്ടിലെ ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും സ്ഥാനം പിടിച്ച ഈ ഗോത്രകല കഴിഞ്ഞ വർഷം മുതലാണ് കലോത്സവത്തിൽ ഇടം പിടിച്ചത്. മുഖത്തെഴുത്തും മുടിയിൽ ചൂടിയ പൂവും തൂവലുകളുമാണ് പളിയ നൃത്തത്തിന്റെ പ്രത്യേകത. ഇഞ്ച ചതച്ച് ഉണക്കിയെടുത്ത ഉടയാടകളും മരത്തിലും മുളയിലും നിർമ്മിച്ച ആഭരണങ്ങളും അരാട്ടിയുമാണ് വേഷവിധാനം. മുളഞ്ചണ്ട, നാഗര, ഉറുമി, ജാലറ, ജലങ്ക എന്നിവയാണ് പശ്ചാത്തല സംഗീതത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. കാസർഗോഡ് ബോവിക്കാൻ B. അബ്ദുൾ റഹ്മാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തുടർച്ചയായി 2ാം തവണയാണ് സംസ്ഥാന കലോത്സവത്തിൽ ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. നമ്മൾ ഡാൻസ് തന്നെ മാറ്റിയിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ കൊട്ടിന്റെ വാദ്യോപകരണങ്ങൾ അത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ടായാലും വ്യത്യാസം. ഇടുക്കി ജില്ലയിൽ നിന്ന് വന്ന മാഷന്മാരാണ്. അവരെന്നെ ഗോത്രവേഷം ധരിച്ച് പളിയ നൃത്തത്തിൽ പങ്കെടുത്ത എല്ലാ ടീമുകളും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്.
രൗദ്രതാളവും ചടുലമായ നൃത്തച്ചൂടുകളുമാണ് മറ്റ് ഗോത്ര നൃത്ത വിഭാഗങ്ങളിൽ നിന്നും പളിയ നൃത്തത്തെ വ്യത്യസ്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവറിനോടൊപ്പം റഷീദ് എരുമപ്പെട്ടി. വേലൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവം കാണാനെത്തി. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ആണ് തളിരിലെ വിദ്യാർത്ഥികൾക്ക് കലോത്സവം കാണാൻ അവസരമൊരുക്കിയത്. വേലൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ജിബിൻ, ഭരണസമിതി അംഗങ്ങളായ ബദുൽ സൈമൺ, ഷീന എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും ജീവനക്കാരും രക്ഷിതാക്കളും അടങ്ങുന്ന സംഘമാണ് കലോത്സവ വേദിയിലെത്തിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത പദ്യത്തിലും കഥകളി സംഗീതത്തിലും A ഗ്രേഡ് നേടി ചാലിശ്ശേരി സ്കൂൾ വിദ്യാർത്ഥി റിദ ഫാത്തിമ അഭിമാനമായി. ശ്ലോകങ്ങളുടെ ശുദ്ധസ്വരവും കഥകളി സംഗീതത്തിന്റെ ആഴമുള്ള താള ലോകവും ഒരേ വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ റിദ ഫാത്തിമ ശ്രദ്ധേയമായത്. 5ാം ക്ലാസ് മുതൽ 1ാം ഭാഷയായി സംസ്കൃതം പഠിച്ചുവരുന്ന റിദ ഭാഷയുടെ സൗന്ദര്യം സ്വരത്തിലേക്കും ഭാവത്തിലേക്കും ലയിപ്പിച്ച പ്രകടനമാണ് അവതരിപ്പിച്ചത്. സബ് ജില്ല, ജില്ലാതലങ്ങളിൽ അഷ്ടപതി, സംസ്കൃത ഗാനാലാപനം, ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ ഇനങ്ങളിൽ പങ്കെടുത്ത അനുഭവസമ്പത്ത് സംസ്ഥാനവേദിയിൽ റിദയ്ക്ക് കരുത്തായി. തോടിരാഗത്തിൽ ആലപിച്ച ലോകപാലന്മാരെ എന്ന കഥകളി സംഗീത പദം ശ്രോതാക്കളുടെ മനസ്സിൽ ദീർഘനാദമായി മുഴങ്ങി. സംസ്കൃത പദ്യത്തിനായി സത്യവ്രത ശാസ്ത്രികളുടെ ശ്രീരാമകീർത്തി മഹാകാവ്യത്തിലെ വരികളാണ് റിദ ശ്ലോകലയം ചേർത്ത് ചൊല്ലിയത്. കഥകളി സംഗീതത്തിൽ വേങ്ങേരി നാരായണൻ നമ്പൂതിരിയും സംസ്കൃതം പദ്യത്തിൽ നിരഞ്ജന പത്മനാഭനും മികച്ച പരിശീലനം നൽകി. കോക്കൂർ സ്വദേശി അഷ്റഫിന്റെയും ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷമീറയുടെയും മകളായ റിദയുടെ നേട്ടങ്ങൾക്ക് സംസ്കൃത അധ്യാപകൻ ഡോക്ടർ P. പത്മനാഭൻ മാസ്റ്റർ മികച്ച പിന്തുണ നൽകി. വിദ്യാലയത്തിന്റെ പാഠശാലയിൽ നിന്നുയർന്ന ശ്ലോകസ്വരം സംസ്ഥാന കലോത്സവ വേദിയിൽ മുഴങ്ങിയപ്പോൾ സ്കൂളിന്റെയും ഗുരുശിഷ്യ ബന്ധത്തിന്റെയും കലാസ്വപ്നം സഫലമായ നിമിഷമായി മാറി. വൈദികനായ അച്ഛന്റെ ശിക്ഷണത്തിൽ അലോകയ്ക്ക് മോണോ ആക്ടിൽ A ഗ്രേഡ്. കലോത്സവ വേദിയിൽ സാമൂഹിക പ്രസക്തിയുള്ള വിഷയവുമായി വിസ്മയം തീർത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അലോക ഫ്ലോറിയ. മോളെ കണ്ണുറക്ക്, മോളെ മോളെ കണ്ണുറക്കടാ. ഈ നാട്ടുകാർ മൊത്തം എന്റെ വീട്ടിൽ വന്നിരിക്കണം എന്തിനാ? എന്റെ കുഞ്ഞൊന്ന് സമാധാനത്തോട്ട് ഉറങ്ങിക്കോട്ട്. എന്റെ കുഞ്ഞിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നിങ്ങൾ ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലേ? എന്ത് തെറ്റാ എന്റെ കുഞ്ഞ് നിങ്ങളോട് ചെയ്തത്? എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അലോക മോണോ ആക്ടിൽ ഉജ്ജ്വല പ്രകടനത്തോടെയാണ് A ഗ്രേഡ് കരസ്ഥമാക്കിയത്. വൈദികനായ പിതാവ് ഫാദർ സന്തോഷ് രാജിന്റെ ശിക്ഷണത്തിലാണ് ഈ മിന്നും വിജയം. ശ്രദ്ധേയമായ പ്രമേയം, കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ വീടിനുള്ളിൽ പോലും സുരക്ഷിതമല്ലെന്ന ഗൗരവകരമായ വിഷയമാണ് അലോക തന്റെ മോണോ ആക്ടിലൂടെ അവതരിപ്പിച്ചത്. നമസ്തേ. പ്രസംഗങ്ങളിൽ മാത്രം സാംസ്കാരികത പാടുന്ന ആധുനിക മനുഷ്യൻ തന്റെ പ്രവൃത്തികളിൽ നന്നെ അധപ്പതിച്ചിരിക്കുന്നു. പെണ്ണുടലിന്റെയും പവിത്രത നശിച്ചുപോകുന്ന ഈ ഇരുണ്ട വർത്തമാനത്തിൽ അരുതേ നുറക്കെ വിളിച്ചു പറയാനാണ് എന്റെ ഏകാപരി. സമൂഹത്തിന് കൃത്യമായൊരു സന്ദേശം നൽകാൻ ഈ പ്രകടനത്തിലൂടെ അലോകയ്ക്ക് സാധിച്ചു. പരിശീലനത്തിന് പിന്നിൽ എറണാകുളം രവിപുരം ലൂതറൻ ദേവാലയത്തിലെ വികാരിയായ ഫാദർ സന്തോഷ് രാജ മകൾക്ക് മികച്ച പിന്തുണയാണ് നൽകിയത്. കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്കും സമൂഹത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാനും അഭിനയം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആ ബോധ്യമാണ് മകളെ ഈ രംഗത്ത് പ്രോത്സാഹിപ്പിക്കാൻ കാരണമെന്ന് ഫാദർ സന്തോഷ് രാജ് പറഞ്ഞു. ഒരു കുട്ടിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കുട്ടി സമൂഹത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകൾ ഉണ്ടാകാൻ, വ്യക്തി എന്ന നിലയിൽ കുറെ കൂടി ആഴത്തിലുള്ള ചിന്തകളും ബോധ്യങ്ങളും വളരാനായിട്ട് നാടകം, അഭിനയം അതിൻ്റെതായ പങ്ക് വഹിക്കും എന്നുള്ള നല്ല ബോധ്യമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം ശേഷി കുഞ്ഞിനുള്ളത് കൊണ്ട് ആ കുഞ്ഞിന്റെ ശേഷികളെ പ്രോത്സാഹിപ്പിക്കാൻ ഒപ്പം നിൽക്കുക എന്ന ഒരു പിതാവിന്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുഹൃത്തായ ബൈജു കരുണത്തിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം മകളെ കലോത്സവത്തിനായി പരിശീലിപ്പിച്ചത്. UP തലം മുതൽ തന്നെ നാടകം, കഥാപ്രസംഗം എന്നീ മേഖലകളിൽ അലോക തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വെള്ളിത്തിരയിലേക്കും അഭിനയരംഗത്ത് ഇതിനോടകം തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച അലോക പ്രശസ്ത സംവിധായകൻ പ്രിയനന്ദന്റെ റിലീസ് ചെയ്യാനിരിക്കുന്ന 7 നിറങ്ങളുള്ള സ്വപ്നം എന്ന സിനിമയിൽ നായികയായും വേഷമിട്ടിരുന്നു. കണ്ടാണശ്ശേരി കുറീസിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ്
കണ്ടാണശ്ശേരി കുറീസ് ചെയർമാൻ PV തോമസ്, മാനേജിംഗ് ഡയറക്ടർ PV ചന്ദ്രൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി കുറീസിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മറ്റം കരിസ്മ പാലസിൽ നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, എല്ലുരോഗ വിഭാഗം, ഹൃദയരോഗ വിഭാഗം, ത്വക്ക് രോഗ വിഭാഗം, ENT, ഓങ്കോളജി, ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിലായി പരിശോധനകൾ നടന്നു. വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ 300ഓളം പേർ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്തവർക്കായി വിവിധ ടെസ്റ്റുകൾ സൗജന്യമായി നടത്തി. പരിശോധനകൾക്ക് ശേഷം മരുന്നുകളും സൗജന്യമായി വിതരണം ചെയ്തു. കമ്പനി ഡയറക്ടർമാരായ PV സതീഷ്, MV തോമസ്, ജസ്റ്റിൻ ജോസ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയുടെ കീഴിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ ആരംഭിക്കുന്ന മത്സ്യ സമുദ്ര വൈജ്ഞാനിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 2ാം വാരത്തിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. മത്സ്യത്തൊഴിലാളികളും തീരദേശ നിവാസികളും തിങ്ങിപ്പാർക്കുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ ഫിഷറീസ് സർവകലാശാലയായ കുഫോസിന്റെ ഒരു വൈജ്ഞാനിക കേന്ദ്രം തുടങ്ങുന്നതിന് തീര സദസ്സിന്റെ ഭാഗമായി ആവശ്യം ഉയർന്നിരുന്നതാണ്. തുടർന്ന് ഗുരുവായൂർ MLA NK അക്ബറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ പ്രയോജനപ്പെടുത്തി ഇതിനാവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നതാണ്. കുഫോസ് വൈജ്ഞാനിക കേന്ദ്രം തുടങ്ങുന്നതിനുള്ള സിലബസ് തയ്യാറാക്കൽ, കോഴ്സുകളുടെ അംഗീകാരം തുടങ്ങി എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുള്ളതും കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള ജീവനക്കാരുടെ വേതനം ഉൾപ്പെടെയുള്ളവയ്ക്കുള്ള തുക അനുവദിച്ചിട്ടുള്ളതുമാണ്. ഫിഷറീസ് വകുപ്പിൽ നിന്നും 25 ലക്ഷം രൂപ കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾക്കും ഫർണിച്ചറിനുമായി അനുവദിച്ചിട്ടുണ്ട്. മെയിന്റനൻസ് ഓഫ് മറൈൻ എഞ്ചിൻ, അക്വേറിയം സെറ്റിംഗ് ആൻഡ് മെയിന്റനൻസ്, ഫിഷ് പ്രോസസിംഗ് ആൻഡ് വാല്യൂ ആഡഡ് പ്രോജക്ട്, സീ റെസ്ക്യൂ ആൻഡ് ലൈഫ് ഗാർഡ്, മ്യൂറിംഗ് ക്രൂ ലാസ്കർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് തുടങ്ങിയുള്ള കോഴ്സുകളാണ് ഫിഷറീസ് ഓഷ്യൻ നോളജ് സെന്ററിൽ ആരംഭിക്കുന്നത്. കോഴ്സുകൾ ആരംഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നതിനുള്ള നടപടികൾ കുഫോസ് ആരംഭിച്ചു. ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ ഗുരുവായൂർ MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം സംബന്ധിച്ച തീരുമാനമായത്. യോഗത്തിൽ കുഫോസ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ MK സജീവൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സീമ C, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ദീപാജി, മുനിസിപ്പൽ എഞ്ചിനീയർ റിഷ്മ, ഫിഷറീസ് നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി പാർലിക്കാട് സ്വദേശികളായ അസ്നയും തസ്നയും ചിത്രകലാരംഗത്ത് ശ്രദ്ധേയമാകുന്നു. കൊച്ചി ബിനാലയിൽ 8 ചിത്രങ്ങൾ ഇടം നേടിയത് കഠിനാധ്വാനത്തിനുള്ള മികവായി. മലയാളി കലാകാരന്മാരുടെ സൃഷ്ടികൾക്കുള്ള പ്രത്യേക പ്രദർശനത്തിൽ ഇടം വിഭാഗത്തിലാണ് ഇരുവരുടെയും 8 ചിത്രങ്ങൾ ഉള്ളത്. ഒരു ഗ്രാമത്തിൽ നിന്നുയർന്ന രാജ്യത്തെ പ്രധാന കലാവേദിയായ കൊച്ചി ബിനാലയിലെത്തിയ നേട്ടം ഇവരുടെ കലാസാധ്യതകൾക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ്. വടക്കാഞ്ചേരി പാർലിക്കാട് മുലയ്ക്കപ്പറമ്പിൽ അലി ഷെമീജ ദമ്പതികളുടെ 3 മക്കളിൽ ഇരട്ടകളായ ഇവർക്ക് ചിത്രകലയോടുള്ള അടുപ്പം ഉപ്പയിൽ നിന്നാണ് ലഭിച്ചത്. പിതാവ് ചിത്രകലാകാരനായതിനാൽ നിറങ്ങളും ക്യാൻവാസും വീട്ടിലെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഇരട്ടകളായ ഇരുവർക്കും കുട്ടിക്കാലം മുതൽ തന്നെ കലാപരമായ പരിശീലനത്തിനും ആസ്വാദനത്തിനും വഴിയൊരുക്കിയത്. നിറച്ചാത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ പോയിരുന്നു. അവിടുന്ന് കണ്ടിട്ട് അവിടുന്നുള്ള പരിചയമാണ് മണിച്ചേട്ടനായിട്ട്. ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ വരണ അവിടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വന്നു. ചെറുപ്പം മുതലാണ് വരയ്ക്കുമായിരുന്നു. ഉപ്പ നന്നായി വരയ്ക്കും. അങ്ങനെ ഞങ്ങളിതിൽ വന്നതാണ്. നിറങ്ങളുടെ ആഴത്തിലുള്ള അറിവുകൾക്കായി ഇരുവരും ഫൈൻ ആർട്സ് പഠനത്തിലാണ്. അസ്ന ഹൈദരാബാദിൽ മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് പഠനം തുടരുകയാണ്. തസ്ന ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് പഠനത്തിലാണ്. വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ടും ഇരുവരും സ്വന്തം കലാഭാഷ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഡിസംബർ 30-ന് ചാലിശ്ശേരി മിനി അൻസാരി കൺവെൻഷൻ സെന്ററിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിക്ക് ഗ്രാമം നൽകിയ ആദരവിന്റെ ഭാഗമായി നടന്ന ചിത്രരചനാ ക്യാമ്പിലും ഇവർ പങ്കെടുത്തിരുന്നു. വടക്കാഞ്ചേരി എങ്കക്കാട് നിറച്ചാർത്തിലും ഇവർ നിറസാന്നിധ്യമാണ്. നമ്മളിപ്പോ കൊച്ചി ബിനാലിൽ ഇടാൻ പറഞ്ഞ ഷോയ്ക്ക് വർക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ നിറച്ചാർത്ത് ഒടിലുണ്ണികൃഷ്ണൻ സ്മാരക വായനശാലയിൽ ഇപ്പോൾ ഒരു നീ10 ഫെസ്റ്റ് 10ാമത്തെ വർഷമാണ്. നിറച്ചാർത്തിന്റെ 10ാമത്തെ വാർഷികത്തില് ക്യാമ്പിൽ ഒരാളുണ്ട്. 2 പേരും കൂടിയിട്ട് അവിടെ എക്സിബിഷനും ചെയ്യുന്നുണ്ട്. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. കണ്ണൻ ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി അനീഷ് ഗുരുവായൂർ, ഏരിയ വൈസ് പ്രസിഡന്റ് ഉണ്ണി വാർനാട്ട്, അതിഥി തൊഴിലാളി സബ് കമ്മിറ്റി കൺവീനർ ഹരിദാസ്, സൗമ്യ വീരേഷ് എന്നിവർ സംസാരിച്ചു. മേഖലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. ചരമം
കക്കാട് ഓടാട്ട് അപ്പുക്കുട്ടൻ മകൻ അരവിന്ദാക്ഷൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. ഭാര്യ ജയശ്രീ, അഞ്ജു, അഭിനവ് എന്നിവർ മക്കളാണ്. കുന്നംകുളം ചൊവ്വന്നൂർ മേനോത്ത് വീട്ടിൽ പരേതനായ കേശവൻ ഭാര്യ ചീരമ്മു നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 6-ന് നടത്തും. ശാന്ത, മണി, രമണി, ലളിത, രാജൻ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.